നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ്, പ്ലൈവുഡ്, വുഡ് ആൻഡ് ഡോർ, ലോക്ക്, ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ദേവിയുടെ അനുഗ്രഹാശിസുകൾ ഏറ്റുവാങ്ങി എളനാട് കൊട്ടാരം വാതിൽമാടം ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ഭക്തിയാദരമായി. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ദേവസ്വം കീഴേടം എളനാട് കൊട്ടാരം വാതിൽമഠം ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷം ഭക്തിപുരസരം നടന്നു. ക്ഷേത്രം തന്ത്രി നാഗരണ്ണമന വിക്രമൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടത്തപ്പെട്ടത്. പ്രതിഷ്ഠാദിന ചടങ്ങുകൾ സംഘടിപ്പിച്ചത് ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു. ക്ഷേത്രത്തിൽ കാലത്ത് നട തുറക്കൽ, നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, ഉഷപൂജ, മൃത്യുഞ്ജയ ഹോമം എന്നിവ നടന്നു. കൂടാതെ നവകം, പഞ്ചഗവ്യം, ഉപദേവന്മാർക്കുള്ള പ്രത്യേക പൂജകൾ, നാഗപൂജ എന്നിവയും ഉണ്ടായിരുന്നു. അന്തി മഹാകാളൻകാവ് സതീഷ് മുത്തങ്ങൽ നിർമ്മിച്ച ദാരുശില്പത്തിന്റെ സമർപ്പണവും ക്ഷേത്രമുറ്റത്ത് നടന്നു. മണ്ടംപറമ്പിൽ രാഘവൻ ആചാര്യയുടെ പാവന സ്മരണയ്ക്ക് മകൻ പ്രഭാകരനാണ് ദാരുശില്പം സമർപ്പിച്ചത്. പ്രതിഷ്ഠാദിന ഭാഗമായി കൊട്ടാരം വാതിൽമഠം ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങുകളെക്കുറിച്ച് ക്ഷേത്രം തന്ത്രി നാഗരണ്ണമന വിക്രമൻ നമ്പൂതിരിപ്പാട് സംസാരിക്കുന്നു. ശ്രീ കൊട്ടാരം വാതിൽമാടം ക്ഷേത്രം ദുർഗ ഭഗവതി പ്രധാനമായിട്ടും, പിന്നെ ഗണപതി, ശാസ്താവ്, അന്തിമഹാകാളൻ, പിന്നെ നാഗദൈവങ്ങൾ, ഇത്രയും പ്രതിഷ്ഠകളാണ് ഇവിടെ ഉള്ളത്. ഈ ക്ഷേത്രം ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിൻ്റെ, ഇരിഞ്ഞാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിൻ്റെ കീഴടമാണ്. ഇവിടുത്തെ തന്ത്രിയായിട്ട്, ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ തന്നെ തന്ത്രിയായിട്ടുള്ള നഗരമണ്ണ് ഇല്ലത്ത് ത്രിവിക്രമൻ നമ്പൂതിരി എന്ന് പറയുന്ന ഞാനാണ് ഇപ്പോൾ ഇവിടുത്തെ തന്ത്രിയായിട്ട് ഉള്ളത്. പിന്നെ ഇന്ന് ധനുമാസത്തിൽ രോഹിണി ഇവിടുത്തെ പ്രതിഷ്ഠാദിനമാണ്. അപ്പോൾ എൻ്റെ കൂടെ ഇന്നത്തെ പ്രതിഷ്ഠാദിനത്തിൻ്റെ ചടങ്ങുകൾക്ക് സഹായിക്കാനായിട്ട് വേറെ 2 പേരുണ്ട്. ഒന്ന് ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രമായിട്ട് തന്നെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ശ്രീ മണക്കാട് അഖിൽ നമ്പൂതിരി, പിന്നെ നാവട ഇല്ലത്ത് ശ്രീ അനിൽ എമ്പ്രാതിരി, ഇങ്ങനെ 2 പേരാണുള്ളത്. പിന്നെ ക്ഷേത്രത്തിലെ മേൽശാന്തി ഇപ്പോൾ ഇവിടെ തന്നെയുള്ള എളനാട് തന്നെയുള്ള കൊട്ടാരം വാതിൽമാടം ക്ഷേത്രത്തിന് അടുത്ത് തന്നെ താമസിക്കുന്ന പ്രവീൺ ആണ് ഉള്ളത്. അദ്ദേഹം ഇവിടെ ഉണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ പിതാവും ഇപ്പോൾ ഇവിടെ കൂടെ ഉണ്ട്. പിന്നെ മറ്റ് കമ്മിറ്റിക്കാരും ആണ് ഇവിടെ ഉള്ളത്. ക്ഷേത്രം വളരെ ഒരു പരിതാപകരമായിട്ടുള്ളൊരവസ്ഥയിൽ കടന്നിരുന്ന ഒരു സമയത്താണ് ഇവിടെ ഈ ക്ഷേത്രത്തിൽ കുറച്ച് ഒരു പ്രശ്നം നിൽക്കുകയും അതിനനുസരിച്ച് കുറച്ച് പരിഹാരങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കൊല്ലത്തിന് മീതിയായിട്ടുണ്ട്. ആ സമയത്താണ് പ്രശ്നം വെച്ച് ആ പ്രശ്നത്തിന് പരിഹാരങ്ങൾ ചെയ്തു. അതിനുശേഷം അതിൻ്റെ പിന്നാലെ ക്ഷേത്രത്തിലെ ശ്രീകോവില് മറ്റ് ഭാഗങ്ങളെല്ലാം പതുക്കെ പുതുക്കിപ്പണിത് അങ്ങനെ എല്ലാ അംഗങ്ങളോടും കൂടിയിട്ട് പ്രതിഷ്ഠ നടത്തി. ധനുമാസത്തിൽ രോഹിണി നക്ഷത്രത്തിൽ ദുർഗ പ്രധാനമായിട്ടുള്ളതും പിന്നെ മറ്റുള്ളവർക്കൊക്കെ സെപ്പറേറ്റ് പ്രത്യേകം ശ്രീകോവിലുമായിട്ട് പ്രതിഷ്ഠ നടത്തി. അതിനുശേഷം ആണ് ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന രൂപത്തിലുള്ള പുരോഗതികൾ വന്നിട്ടുള്ളത്. ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടും പിന്നെ മേൽശാന്തിയും ഇവിടുത്തെ കമ്മിറ്റിക്കാർ അടങ്ങുന്ന ആൾക്കാരുടെ അശ്രാന്തമായിട്ടുള്ള പരിശ്രമം കൊണ്ടുമാണ് ഈ ഒരു അവസ്ഥയിലേക്ക് ഈ ക്ഷേത്രം എത്താൻ ഒരു അവസ്ഥ ഉണ്ടായത്. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ഉച്ചയ്ക്ക് ശേഷം പ്രസാദ ഊട്ടും സംഘടിപ്പിച്ചിരുന്നു. വൈകിട്ട് ക്ഷേത്രത്തിൽ നട തുറക്കൽ, ചുറ്റുവിളക്ക്, ദീപാരാധന, ഭഗവത് സേവ എന്നിവയും തുടർന്ന് അത്താഴ പൂജയ്ക്കും ശേഷം നട അടയ്ക്കലോടുകൂടിയാണ് പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് സമാപനമായത്. ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി വേണുഗോപാലൻ, ഉണ്ണി നന്ദാട്ട പ്രതിഷ്ഠാദിന പരിപാടികളെക്കുറിച്ച് സംസാരിച്ചു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ദേവസ്വത്തിന്റെ കീഴേടമാണ് എളനാട് വാതിൽമാടം ഭഗവതി ക്ഷേത്രം. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശ്രീ ദുർഗയാണ്. വാതിൽമാടം ഭഗവതി സങ്കല്പം. ഇവിടെ ഉപദേവന്മാരായിട്ട് നാഗങ്ങളുണ്ട്, ഗണപതി ഉണ്ട്, ശിവനുണ്ട്, അയ്യപ്പനുണ്ട്. എല്ലാ ഉപദേവന്മാരും ഒന്നിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണത്. ഇതുകൂടാതെ കയറൻ, മുണ്ട്യൻ എന്നീ 2 ഉപദേവന്മാര് ക്ഷേത്രത്തിന് പുറത്ത് ചെറിയ ശ്രീകോവിലുകളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ കൂടൽമാണിക്യം ദേവസ്വത്തിലെ തന്ത്രി ശ്രീ നഗരമണ്ണില്ലത്ത് ത്രിവിക്രമൻ തിരുമേനിയാണ് ഇവിടുത്തെ തന്ത്രി. അദ്ദേഹം ഇന്നലെ വൈകുന്നേരം വന്നു. ഇന്ന് കാലത്ത് 5 മണി മുതൽ ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, നാഗങ്ങൾക്ക് പാലും 100,
ഇതിനുള്ള വഴിപാടുകളെല്ലാം ചെയ്തു. പിന്നെ ക്ഷേത്രത്തിനകത്താണെങ്കിൽ 5 മണിക്ക് നട തുറന്നു. വിവിധ വഴിപാടുകൾ നടത്തി എല്ലാ ഭംഗിയായിട്ട് നടന്നു. ക്ഷേത്ര കമ്മിറ്റി വളരെ നല്ല നിലയ്ക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ ക്ഷേത്രത്തിന്റെ പുരോഗമനങ്ങളും ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ചിട്ട് ഇവിടുത്തെ ഭക്തരും ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഭക്തർക്കാണെങ്കിലും എല്ലാ കാര്യസാധ്യതകളും നടക്കുന്നുണ്ട്. വിശ്വാസവും വർദ്ധിച്ചു വരികയാണ്. അങ്ങനെ നല്ല നിലയ്ക്ക് നീങ്ങുന്ന ഒരു ക്ഷേത്രമാണ് ഇത്, വാതിൽമാടം ഭഗവതി ക്ഷേത്രം. ഇവിടെ നിന്ന് അന്നദാനം നടക്കുന്നുണ്ട്. ഒരു 1500 ആൾക്കാണ് ഞങ്ങൾ എസ്റ്റിമേറ്റ് ഇട്ടിരിക്കുന്നത്. ആളുകളൊക്കെ വന്ന് ഭക്ഷണത്തിന് റെഡിയായിരിക്കുകയാണ്. അതിന്റെ പരിപാടികൾ തുടങ്ങാൻ പോവുകയാണ്. ക്ഷേത്രത്തിന്റെ പരിപാടികൾ ഇപ്പോൾ കഴിഞ്ഞ് ഏതാണ്ട്. ഇനി വൈകുന്നേരം 4 മണിക്ക് നട തുറക്കും. വൈകുന്നേരം ഭഗവത് സേവ, ചുറ്റുവിളക്ക്, എല്ലാ പരിപാടികളും ഉണ്ട് ഇവിടെ. പ്രസ്തുത വേളയിൽ ക്ഷേത്ര മേൽശാന്തി പ്രവീൺ, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കുഞ്ഞുണ്ണി, ട്രഷറർ പ്രസാദ് കോങ്ങാട്ട് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. CCV ന്യൂസ്, പഴയന്നൂർ.